തൊലിക്കട്ടി എന്ന് പറയൂലേ, ഓന് വല്ലാത്ത തൊലിക്കട്ടിയാണെന്ന്. ഈ തൊലിയുടെ കട്ടി എത്രയെന്നറിയോ? വല്ലാത്ത വലുപ്പ. അതാണ് നരകം, നിസ്സാരമല്ല. അതുകൊണ്ടാ പേടിക്കണമെന്ന് പറഞ്ഞേ. അതുകൊണ്ടാ നിസ്സാരമല്ല, പേടിക്കണമെന്ന്. ഇതുകൊണ്ടാ പേടിച്ച പലരും. അതുകൊണ്ടാണ് പലരും നരകത്തെ കണ്ട് പേടിച്ചത്. ആ നരകത്തെ കുറിച്ച് പറയുമ്പോൾ വല്ലാതെ പേടിച്ചു പോയത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഉറൂസില് കടന്നു വന്ന പെങ്ങളെ, പൊന്നുമോയെ വല്ലാതെ ഭയപ്പെടണം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞല്ലോ, നരകത്തിലെ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാ. മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നരകം കണ്ടിട്ട് പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, നരകത്തിലധികവും പെണ്ണുങ്ങളാ സ്വഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ, നിങ്ങളെ ശരീരത്തിലെ നിന്റെ തലയിലെ ഒരു രോമമുണ്ടല്ലോ, നിന്റെ തലയിലെ ഒരു രോമമുണ്ടല്ലോ, ആ രോമം നീ താഴേക്ക് വെളിയിലേക്ക് നീ തുറന്നിട്ട് കൊണ്ട് നടന്നാൽ പടച്ച റബ്ബ് നാളെ നിന്റെ തലയിൽ ഒരു തൊപ്പി വെക്കുകയാ. നരകത്തിന്റെ തീയാലുള്ള ഒരു തൊപ്പി അല്ലാഹു നിന്റെ തലയിലേക്ക് വെച്ച് തരികയാണ്. നിന്റെ തലച്ചോറ് പോലും അവിടെ നിന്ന് ഉരുകി ഒലിക്കുമെന്ന് അവിടെ നിന്ന് പറഞ്ഞത് വെറുതെയല്ല. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമെന്തെന്നറിയുമോ? നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തായിരിക്കണമെന്നറിയുമോ? ഫബർസുഖുസിക അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തായിരിക്കണം? അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച ഭയാനകമായ നരകമുണ്ടല്ലോ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. പിന്നെ നിന്റെ ലക്ഷ്യം എന്തായിരിക്കണമെന്നറിയുമോ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലിരുവികളും തേനിരുവികളും ഒഴുകുന്ന പടച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ, ലഹും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, കഷ്ടപ്പാടില്ല, ജോലിയില്ല, പ്രയാസമില്ല, രോഗമില്ല, വയസ്സായവരില്ല, പ്രായമുള്ളവരില്ല, മലമൂത്ര വിസർജനമില്ല, ജോലിക്ക് പോകണ്ട, കഷ്ടപ്പാടില്ല. എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് തോന്നിയാൽ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. കിളക്കേണ്ട, പൂട്ടേണ്ട, വെയിൽ കൊള്ളേണ്ട, ഒരു കഷ്ടപ്പാടുമില്ലാത്ത പടച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ. മോനെ, സ്വർഗത്തിലൂടെ ഹൂറില്ലീകൾ ഇങ്ങനെ നടക്കുകയാണ്. നിനക്ക് ഖിദ്മത്ത് ചെയ്യാൻ, നിനക്ക് സേവനം ചെയ്യാൻ. പടച്ചവനെ, മംഗലാപുരത്തുള്ള പെണ്ണുങ്ങളെ പോലെയല്ലടാ അല്ലാഹുവേ, സ്വർഗത്തിലെ ഹൂറില്ലീകളായ പെണ്ണുങ്ങളുണ്ടല്ലോ, അവനെ കുറിച്ച് നിനക്ക് പറയാനോ ചിന്തിക്കുവാനോ കഴിയുകയില്ല. അവരെ കുറിച്ച് എത്ര പറഞ്ഞാലും നിനക്ക് തിരിയുകയില്ല. സ്വർഗത്തിലൂടെ നടന്നുപോയ ഹൂറില്ലീങ്ങളിൽപ്പെട്ട ഒരു പെണ്ണിന്റെ മടം പങ്കാലുണ്ടല്ലോ, ആ മടം പങ്കാല് കണ്ടപ്പോഴാ പലരും അത്ഭുതപ്പെട്ടു പോയത്. ആ സ്വർഗത്തിലെ പെണ്ണുങ്ങൾ നിന്റെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്, നിനക്ക് ഖിദ്മത്ത് ചെയ്യാൻ, നിനക്ക് വേണ്ടത് എടുത്തു തരാൻ, നിന്നെ ഊഞ്ഞാലിന്റെ മുകളിൽ ഇരുത്തി സുഖിപ്പിക്കുവാൻ ആ സ്വർഗത്തിലെ പെണ്ണുങ്ങൾ ഇങ്ങനെ നടക്കുമല്ലോ. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടു പാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്കു നീയൊരു പാസുതാമന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. ആ
ആ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതായിരിക്കണം നിന്റെ ജീവിതത്തിലെ അഭിലാഷം. അതായിരിക്കണം മനുഷ്യ നിന്റെ ലക്ഷ്യം. അതിനു വേണ്ടിയാ നീ ജീവിക്കേണ്ടത്. സ്വർഗത്തിലേക്ക് കടന്നു പോകണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഇതായിരിക്കണം നിന്റെ ലക്ഷ്യമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, ഒരു സത്യവിശ്വാസിയുടെ ഉത്തരവാദിത്തമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം സ്വർഗത്തിൽ പോകണമെന്നാണ്, മരണദാ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നാണ്. ഇതാണ് ഒരു സത്യവിശ്വാസിയുടെ ലക്ഷ്യമെന്ന് ഖുർആൻ എവിടെന്ന് പറയുമ്പോ എന്നിട്ട് അല്ലാഹു പറയുകയാ, ഒരു സത്യവിശ്വാസിയുടെ ഉത്തരവാദിത്തം തന്നെയാണ് നരകശിക്ഷയിൽ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക എന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? ഈ സദസ്സിൽ നിരന്നിരിക്കുന്ന മക്കളുള്ള മാതാപിതാക്കൾ കേൾക്കാനാണ്. ഈ സദസ്സിലിരിക്കുന്ന മക്കൾ അല്ലാഹു തന്നിട്ടുള്ള മാതാപിതാക്കൾ കേൾക്കാനാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം സ്വർഗമായിരിക്കണം, നരകത്തിൽ നിന്നുള്ള മോചനമായിരിക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസ് വൽഹിജാറാ عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരികയാ, എടാ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം സ്വർഗമായിരിക്കണം, നരകമോചനമായിരിക്കണം. എന്നിട്ട് അടുത്ത ആയത്തിലൂടെ അല്ലാഹു പറയുകയാ, ഒറ്റയ്ക്ക് പോകല്ലേ, ഒറ്റയ്ക്ക് പോകല്ലേ. നീ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് നരകത്തിൽ നിന്ന് കരകയറിയിട്ട് പോകുമ്പോ അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന നരകമുണ്ടല്ലോ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് പടച്ചറപ്പിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ നീ നിന്റെ ഭാര്യയെ കൂടെ കൊണ്ടുപോകണേ, നീ നിന്റെ മക്കളെ കൂടെ കൊണ്ടുപോകണേ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നീ സ്വർഗത്തിലേക്ക് കയറി പോകുമ്പോ സ്വന്തം കാര്യം നോക്കല്ലേ വാപ്പ. അള്ളാന്റെ ഖുർആൻ പറയുകയാ, നീ സ്വർഗത്തിലേക്ക് പോകുമ്പോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോ സ്വന്തം കാര്യം നോക്കി പോകരുത്. പോകുമ്പോ നിന്റെ ഭാര്യയെയും നിന്റെ മക്കളെയും നീ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണേ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, ഉറക്കപ്പർ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ അള്ളാഹു പറയുകയാ, സ്വർഗത്തിലേക്ക് പോകുമ്പോ എങ്ങനെ പോകണം? ഒറ്റയ്ക്ക് പോകണ്ട. നിന്നോടും പറയുന്നു, നീ മാത്രം സ്വർഗത്തിൽ പോകണ്ട. നീ പോകുമ്പോ നിന്റെ ഭർത്താവിനെ കൊണ്ടുപോകണം, നിന്റെ മക്കളെ കൊണ്ടുപോകണം. നിങ്ങൾ കുടുംബസമേതം വേണം സ്വർഗത്തിലേക്ക് പോകാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാതെ ഒറ്റയ്ക്ക് ഗോവയിൽ പോകുന്ന പോലെ പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല സഹോദര. സ്വർഗത്തിൽ പോകുമ്പോ എങ്ങനെ പോകണം? കുടുംബവുമായിട്ട് പോകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പോവല്ലേ? പോകുമല്ലേ? ഈ കണക്കിന് പോയാ പോകും. ഇപ്പൊ നടക്കുന്നത് പോലെയാണ് നീ ജീവിക്കുന്നതെങ്കിൽ പോകുവോ? നിനക്ക് തന്നെ അറിയാം, നരകത്തിന്റെ ഏറ്റവും അടിയിൽ പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ, ഉറക്കപ്പർ അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുമ്പോ കുടുംബസമേതം പോകണം. യാസീൻ ഓതുമല്ലോ എല്ലാവരും യാസീൻ ഓതുമല്ലോ. هم وأزواجهم في ظلال على الأرائك متقيون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم. ഖുർആൻ പറയുകയാ, നാളെ നന്ദാവരയുടെയും BC റോഡിന്റെയും പരിസരത്തുള്ള ചില ഭാര്യയും ചില ഭർത്താവും ചില മക്കളും ഇങ്ങനെ സ്വർഗത്തിൽ ചാരുകസേരയിൽ ഇങ്ങനെ ഇരിക്കും. ബുർജ് ഖലീഫ കാണാൻ പോയതുപോലെ അല്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.
കസേരയിൽ ഇരുന്ന് ഊഞ്ഞാലാടുന്നുണ്ട്, അപ്പുറവും ഇപ്പുറവും തോഴിമാരി ഇങ്ങനെ ഇരിക്കണം. ആമിന നിനക്ക് എന്ത് വേണം, അബൂബക്കർ നിനക്ക് എന്ത് വേണം തിന്നാൻ തരാൻ വേണ്ടി. അപ്പോ ചോദിക്കും, എടാ അബൂബക്കറെ, നന്ദാവരയിൽ നിങ്ങൾ ഇതുപോലെ ആയിരുന്നു, ഇവിടെ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണേ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണേ. ആരുടെ വിഷയത്തിലെന്നറിയുമോ? നിന്റെ ഭാര്യയുടെ വിഷയത്തില്, നിന്റെ ഭാര്യയുടെ വിഷയത്തില്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുന്നു, നിന്റെ ഭാര്യയെ കുറിച്ച് നാളെ അല്ലാഹു നിന്നോട് ചോദിക്കും. നിന്നോട് റബ്ബ് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. നിന്റെ വിചാരണ കഴിഞ്ഞ അടുത്ത ചോദ്യം നിന്റെ ഭാര്യയെ കുറിച്ച് അല്ലാഹു നിന്നോട് ചോദിക്കുകയാ. അത് കഴിഞ്ഞാ നിന്റെ മക്കളെ കുറിച്ച് ചോദിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞല്ലോ, നിന്റെ ഭാര്യയും നിന്റെ മക്കളും അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പടച്ചറപ്പ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണ് നിന്റെ ഭാര്യ, നിന്റെ പൊന്നുമക്കള്. അവരെ അല്ലാഹു നിനക്ക് ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ, അതുകൊണ്ടാണ് ദുആ ചെയ്യാൻ പറഞ്ഞത്. ഈ ദുആ ചെയ്യുന്നവന് സ്വർഗ്ഗത്തിലൊരു വീടുണ്ടല്ലോ, സ്വർഗ്ഗത്തിലൊരു വീട് കിട്ടുമല്ലോ. ഏത് മനുഷ്യനെന്നറിയുമോ? റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ വദുനിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ദുആ ചെയ്യുന്നവന് സ്വർഗ്ഗത്തിലൊരു വീടുണ്ട്. ചെറുപ്പക്കാരാ, മോനെ, പെണ്ണ് കെട്ടിയവനും ചെയ്യണം, പെണ്ണ് കെട്ടാത്തവനും ചെയ്യണം, മക്കളുള്ളവനും ചെയ്യണം, മക്കളില്ലാത്തവനും ചെയ്യണം, പ്രായമുള്ളവനും ചെയ്യണം, പ്രായമില്ലാത്തവനും ചെയ്യണം, പണമുള്ളവനും ചെയ്യണം, പണമില്ലാത്തവനും ചെയ്യണം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നീ എപ്പോ ദുആ ചെയ്താലും ഈ ദുആ പറയണേ. ഈ ദുആ ചെയ്താ അല്ലാഹു നിനക്ക് സ്വർഗ്ഗത്തിലൊരു വീട് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ എന്താണ് ദുആ ചെയ്യുന്നതെന്നറിയുമോ? റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ. അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹ് എനിക്കൊരു സ്വാലിഹത്തായ ഭാര്യയെ തരണേ അല്ലാഹ്, എനിക്കൊരു സ്വാലിഹായ ഭർത്താവിനെ തരണേ അല്ലാഹ്, എന്റെ ഭർത്താവിനെ നന്നാക്കി തരണേ അല്ലാഹ്, എന്റെ ഭാര്യയെ നന്നാക്കി തരണേ അല്ലാഹ്. റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? എന്റെ രക്തത്തിൽ പിറന്ന എന്റെ മക്കള് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. എന്റെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണം പടച്ചവനെ. അതാണ് ഇവിടുന്ന് ദുആ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാ, മൂന്നാമതായി ദുആ ചെയ്യേണ്ടത് എന്തെന്നറിയോ? എന്റെ ചെറുപ്പക്കാരാ, വെറുതെ നടക്കരുത്, ദുആ ചെയ്യാതെ നടക്കരുത്. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും ഫഹദറൂ വഇൻ തഅഫൂ വതസ്ഫഹൂ വതഗ്ഫിറൂ فإن الله غفور رحيم. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടെന്ന് പറയുമ്പോ എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഒന്നാമത് പറയണം, ഇറച്ചവനെ എന്റെ ഭാര്യയെ നന്നാക്കണം തമ്പുരാന്, എന്റെ മക്കളെ നന്നാക്കണം തമ്പുരാന്, എന്റെ ഭാര്യയെയും എന്റെ മക്കളെയും നന്നാക്കണം തമ്പുരാന്. രാജയമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിസാരമല്ല, കളിയല്ല. നിന്റെ ഭാര്യക്ക് മാതൃകയാകുന്ന ഒരു ഭർത്താവ്, നിന്റെ മക്കൾക്ക് മാതൃകയാകുന്ന ഒരു ബാപ്പയാകൂ.
എങ്ങനെയാകാൻ ദുആ ചെയ്യണേ എന്ന് പ്രവാചകൻ അവിടുന്ന് പഠിപ്പിച്ചു തരുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, നീ നിന്റെ ഭാര്യയെ രക്ഷപ്പെടുത്തണമല്ലോ, നിന്റെ മക്കളെ രക്ഷപ്പെടുത്തണമല്ലോ. അങ്ങനെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഒരു ഭർത്താവ് എങ്ങനെയുള്ള ഭർത്താവാകണമെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പടച്ച റബ്ബ് ഒരു ഭർത്താവിനെ പരിചയപ്പെടുത്തുകയാ, ഒരു വാപ്പാനെ അല്ലാഹു പരിചയപ്പെടുത്തുകയാ. വകാന യൗമി വസകാതി വകാന ഇൻദ റബ്ബിഹി മർദിയാ. ഒരു വാപ്പയെ കുറിച്ച്, അല്ലാഹയെ കുറിച്ച്, അല്ലാഹു തൃപ്തിപ്പെട്ട ഒരു പിതാവിനെ കുറിച്ച് അല്ലാഹുവിന്റെ വിസ്മയ ഖുർആനിൽ അല്ലാഹു പറയുകയാ. അല്ലാഹു തൃപ്തിപ്പെട്ട ഒരു പിതാവിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണെന്നറിയാം. ചിലപ്പോൾ ഇന്ന് ഇവിടുന്ന് നല്ലതുപോലെ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാ ചെറുപ്പക്കാരും കയ്യെ പിടിച്ചിട്ട് ഉസ്താദെ ഉസ്താദെ ടാറ്റ സലാം ടാറ്റ എന്നൊക്കെ പറഞ്ഞു. തിരിച്ചു പോകുമ്പോൾ അതൊന്നും കാണത്തില്ല, അത്രേ ഉള്ളൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എങ്കിലും പറയേണ്ടത് പറയണമല്ലോ. ടാറ്റ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, സ്വർഗത്തിൽ പോയാൽ മതി. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗം ഹറാമാക്കപ്പെട്ടവർ, സ്വർഗത്തിൽ കിടക്കാത്ത 3 പേര്. അല്ലാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, 3 വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? മുദ്മിനുൽ ഖംർ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, കള്ളു കുടിക്കുന്ന ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്, സിറാജല്ല. പടച്ചവനെ ഈ ഹദീസ് തബറാനിയിൽ കാണാം, ബൈഹഖിയിൽ കാണാം, ഒരുപാട് വലിയ വലിയ ഗ്രന്ഥങ്ങളിൽ കാണാം ഈ ഹദീസുകൾ. സിറാജ് വെറുതെ പറയുന്നതല്ല, അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്. ഒരു തമാശയ്ക്ക് പോലും കള്ളം പറയാത്ത ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്, പടച്ചവനെ സ്വർഗ്ഗം ഹറാമാക്കപ്പെട്ട ഒന്നാമത്തെ വ്യക്തി ആരാ? കള്ള് കുടിക്കുന്നവനാ, കഞ്ചാവടിക്കുന്നവനാ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാ, ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്നവനാ, പടച്ചവനെ കയ്യിലേക്ക് മരുന്ന് കുത്തിവെക്കുന്നവനാ, ചെറിയ ചെറിയ വില കൂടിയ സാധനങ്ങൾ വാങ്ങിയിട്ട് നാവിനടിയിലും ശരീരത്തിന്റെ ഭാഗങ്ങളിൽ വെച്ചിട്ട് ലഹരി ആസ്വദിക്കുന്ന യുവത്വേ, റസൂലുള്ളാഹി തങ്ങളാണ് പറയുന്നത്, റസൂലുള്ളാഹി തങ്ങളാണ് പറയുന്നത്, പടച്ചവനെ നീ സ്വർഗത്തിലേക്ക് കടക്കൂല. പടച്ചവനെ ഇന്നൊരു പ്രിയപ്പെട്ട മാതാവ് കരഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്, ഉസ്താദേ ഒരിക്കലും സ്ഥലം പറയരുത്, ഒരിക്കലും സ്ഥലം പറയരുത്, ഉസ്താദ് ദുആ ചെയ്യണേ. പടച്ചവനെ മരുമകളും സ്വന്തം മകനും കൂടെ ഒരുമിച്ചിരുന്ന് ബിയറടിക്കുകയാ. ഒരു ഉമ്മ പറയുകയാ, ഉസ്താദേ ദുആ ചെയ്യണം, എന്റെ മകനും എന്റെ മരുമകളും ഒരുമിച്ചിരുന്ന് ബിയറടിക്കുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടെ കൂടപ്പുറപ്പുകൾ ഒരുമിച്ചിരുന്ന് കഞ്ചാവടിക്കുന്നു, പിന്നല്ലേ ബിയർ. എടാ മയക്കുമരുന്ന് അടിക്കുന്ന വൈകുന്നേരം പടച്ചവനെ ഒരുമിച്ചിരുന്ന് അടിക്കുന്നില്ല, ഇപ്പൊ ആരും കള്ളു കുടിക്കണില്ലല്ലോ, ഇപ്പൊ ആരും കള്ളു കുടിക്കണില്ല, കള്ളുകുടിയൊക്കെ മാറി ഇപ്പൊ മറ്റേ ഐറ്റം അടിക്കുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആമീൻ പറ. അടിച്ചുകൊണ്ട് നടന്നോ, പക്ഷെ എവിടെ പോകത്തില്ല, അള്ളാന്റെ സ്വർഗത്തിൽ പോകാമെന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതണ്ട. എടോ സ്വർഗത്തിന്റെ വാസന 500 വർഷത്തെ വഴിദൂരം വരെ അടിക്കുന്ന, 500 വർഷത്തെ വഴിദൂരം വരെ അടിക്കും സ്വർഗത്തിന്റെ വാസന. അതുപോലും നിനക്കൊന്നും അള്ളാഹു തരൂല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കള്ളും കഞ്ചാവും മയക്കുമരുന്നും അടിച്ചുകൊണ്ട് നടക്കുന്നത്, പടച്ചോൻ അതൊക്കെ ഇങ്ങനെ നടക്കല്ലേ, ആര് പറഞ്ഞാലും കേൾക്കൂല, ആര് പറഞ്ഞാലും കേൾക്കൂല. കള്ളു കുടിച്ചുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാര മക്കളെ, നിനക്ക് എന്തേടാ നിന്റെ അവസ്ഥ അറിയാത്തത്? നിനക്ക് നിന്റെ വില അറിയോ? എടാ നിന്റെ അടുത്ത് സലാം പോലും പറയാൻ പാടില്ല എന്നാ നിയമങ്ങൾ പറയുന്നു. കള്ളു കുടിച്ചുകൊണ്ട് നടക്കുന്ന ഒരുത്തനോട് എന്തു പറയാൻ പാടില്ല? സലാം പോലും പറയാൻ പാടില്ല എന്നാ. അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും നിന്റെ മേൽ ഉണ്ടാകട്ടെ എന്ന് പോലും പറയാൻ പാടില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആലോചിക്കുക, അവൻ മരിച്ച അവന്റെ മയ്യത്ത് പോലും എന്താ ഇപ്പൊ ബക്കറ്റിന്റെ കാറ്
ഇൻഷാ അല്ലാഹ്. ഇവിടെ മുതലാളി പോകണം മുതലാളി. ഇവിടെ അത്യാവശ്യം വല്ലതും ഉണ്ടോ? വീട്ടിലാരുമില്ല, അല്ല ഉണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ്. ശരി, മദ്രസയുടെ പണി നടക്കുന്നുണ്ട്. എന്തോ കൊടുക്കുന്നു? കരണ്ടൊക്കെ ആരെങ്കിലൊക്കെ കൊടുക്കും. നിങ്ങളല്ലേ പ്രസിഡന്റ്? കാണണം അവിടെ ഇരി. ഇൻഷാ അല്ലാഹ്. എന്താ? ഇൻഷാ അല്ലാഹ്. ഞാൻ പിടിച്ചോളാം. അൽഹംദുലില്ലാഹ്. ഞാൻ പറയാം, കൊടുത്താൽ മതി കേട്ടോ. ശരി, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കള്ളു കുടിക്കടോ. നിങ്ങൾക്ക് എന്താ ഇങ്ങനെ ആയിപ്പോയി? എന്താ പറ്റുന്നില്ല? കള്ളും കഞ്ചാവും അടിച്ച് നടക്കുന്ന ചെറുപ്പക്കാർ എന്തിനാ മോനെ ഈ ചെറിയ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യണേ? ഒന്ന് നന്നായിക്കൂടെടാ, ഒന്ന് നന്നായിക്കൂടെ? റസൂലുള്ളാഹി തങ്ങളല്ലേ പറഞ്ഞു. അല്ലാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വിശദീകരിക്കുന്നില്ല, എന്റെ വിഷയമല്ലാത്തത് കൊണ്ട് പറയുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഒന്നാമതായി പറയുകയാ, അള്ളാന്റെ റസൂൽ അവിടുന്ന് ഒന്നാമതായി പറയുകയാ, കണ്ടുപിടിക്കുന്ന ചെറുപ്പക്കാരാ, നാളെ പരലോകത്ത് വരുന്നത് എങ്ങനെയെന്നറിയുമോ? പേപ്പട്ടിയെ കാണാറുണ്ടല്ലോ. ഉച്ച സമയത്തൊക്കെ റോഡിലൂടെ പോകുന്ന നായിയെ കാണുമല്ലോ, നാക്ക് നീട്ടിയിട്ടിരിക്കുമല്ലോ, വായിലൂടെ യഥാ പതയും നൊരയും ഇങ്ങനെ പട്ടിയുടെ നാവിൽ നിന്ന് താഴെ വീഴുമല്ലോ. പേ പിടിച്ച പട്ടിയെ പിന്നെ പറയേണ്ടതില്ലല്ലോ. നാളെ നന്ദാവര പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് പരലോകത്തേക്ക് കടന്നു വരുമ്പോ ഉയരമുള്ള സ്ഥലത്തു നിന്ന് നിർത്തിയിരിക്കുകയാ. പേപ്പട്ടിയെ പോലെ നിന്റെ നാവിങ്ങനെ നെഞ്ചിന്റെ ഭാഗം വരെ തൂക്കി വെച്ചിരിക്കുകയാണ്. നിന്റെ നാവുണ്ടല്ലോ, കഞ്ചാവടിക്കുന്നവന്, മയക്കുമരുന്നടിക്കുന്നവര്, സിറാജ് ഉസ്താദേ, നിങ്ങൾക്കതിന്റെ പവർ അറിയില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് അടിച്ചു നോക്കിയാ വല്ലാത്ത സുഖമാണെന്ന് പറയുന്ന ചെറുപ്പക്കാരാ, വേണ്ടടാ, എനിക്ക് ജീവനുള്ള കാലത്തോളം അത് ഞാൻ കഴിക്കുകയില്ല. കാരണം എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗം വേണമല്ലോ, എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോകണമല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, ആ പേപ്പട്ടിയെ പോലെ നാക്കിങ്ങനെ നെഞ്ചിന്റെ വയറിന്റെ ഭാഗം വരെ താഴ്ത്തിയിട്ട് ആളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിന്ന് ഉയരമുള്ള സ്ഥലത്ത് കയറ്റി നിർത്തിയിരിക്കുകയാ. എന്തൊരു ദുർഗന്ധമെന്നറിയോ? പുഴുത്തു നാറുമടാ, പുഴുത്തു നാറും ചെറുപ്പക്കാരാ. ഭർത്താവ് കള്ളു കുടിക്കുമ്പോൾ, ഭർത്താവ് കള്ളു കുടിച്ചിട്ടതിന് പ്രോത്സാഹനം നിൽക്കുന്ന പെണ്ണുങ്ങളുണ്ട്. എന്റെ പെങ്ങളെ, ഒരിക്കലും നീ അതപ്പതിച്ചു പോകരുത്, ഒരിക്കലും നീ അതപ്പതിച്ചു പോകരുത്, ഒരിക്കലും നീ അതിനെ കൂട്ടുനിൽക്കരുത്, ഒരിക്കലും നീ അതിനെ വിട്ടുവീഴ്ച ചെയ്യരുത്. നീ അവന്റെ കൂടെ കടക്കാൻ പാടില്ലല്ലോ. നിയമങ്ങൾ എടുത്ത് വായിച്ചു നോക്ക്. അതുകൊണ്ട് ഞാൻ കുടുംബജീവിതം തകർക്കാമെന്നവനല്ല. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, സ്വഹാബാ, സലാസത്തുൻ ഖദ് ഹറമല്ലാഹു തആല അലൈഹിമുൽ ജന്ന മുദ്മിനുൽ ഖംർ. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയോ? അല്ലാഹുവിന്റെ നരകത്തിലേക്ക് കടന്നു പോകുന്ന, സ്വർഗത്തിന്റെ അകത്തൊരിക്കലും കടക്കാത്ത രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുമോ? പടച്ചവനെ, തനിക്ക് ജന്മം നൽകിയ തന്റെ പിതാവുണ്ടല്ലോ, തനിക്ക് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ച പിതാവുണ്ടല്ലോ, 9 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട മാതാവുണ്ടല്ലോ, നിനക്ക് പാല് തന്ന് പൂറ്റി വളർത്തിയ നിന്റെ ഉമ്മയുണ്ടല്ലോ, ആ മാതാപിതാക്കളെ ദ്രോഹിക്കുന്ന മനുഷ്യ, ആ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മനുഷ്യ, ആ മാതാപിതാക്കളെ തല്ലുന്ന ചെറുപ്പക്കാരാ, കുത്തുവാക്കുകളും പരിഹാസങ്ങളും പറയുന്ന യുവത്വമേ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവര്, നീ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പൊ നിങ്ങൾ പറയും, ഉസ്താദേ, ഞങ്ങൾ ഉമ്മാനെ തല്ലാറില്ല, ഞങ്ങൾ ഉമ്മാനെ ചീത്ത വിളിക്കാറില്ല, നീ ഒന്നും ചെയ്യാറില്ല. പക്ഷേ മോനെ, നീ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഖുർആൻ പറഞ്ഞതെന്തേ? ചേ എന്ന് പറയുന്ന വാക്കുപോലും പറയരുത്.
അള്ളാഹുവിന്റെ ഖുർആൻ എന്താ പറഞ്ഞത്? നീ നിന്റെ മാതാപിതാക്കളോട് ചേ എന്ന് പറയുന്ന വാക്ക്, ചേ എന്ന് പറഞ്ഞ എന്താ? ഇങ്ങനെ ആക്കത്തില്ല. നമ്മളൊരു ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം കാണുമ്പോ ഇങ്ങനെ ആക്കില്ല, എന്താ ഇത് ചോദിക്കില്ല. ഇങ്ങനെ പോലും പറയരുതെന്നാ. തൻ്റെ ഉമ്മയോടും തൻ്റെ വാപ്പയോടും അങ്ങനെ ഒരു വാക്കുപോലും നീ പറയല്ലേ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ എന്തു പറയും? ചില സമയത്ത് ദേഷ്യം, നിങ്ങൾ മിണ്ടരുത്. ആരോടാ പറയണം? ഉമ്മാനോട്. വാപ്പാനോട് പറയുന്നത് മിണ്ടാതെ അവിടെ ഇരുന്നു കൊള്ളണം, വല്ലതും കഴിച്ച് മൂലയിൽ ഇരുന്ന് കൊള്ളണം. വാപ്പായോട് ഉമ്മാനെ വിളിക്കണത് എങ്ങനെ? കിളവിയെന്ന്. ഉമ്മാനെ വിളിക്കണത് എങ്ങനെ? കിളവിയെന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് ആമീൻ പറയാൻ മടി? എടോ, ഉമ്മാന്റെ കാൽ ചുവട്ടിലാ സ്വർഗം കിടക്കുന്ന, അറിയോ? ഉമ്മയുടെ കാലിനടിയിലാ സ്വർഗം കിടക്കുന്നത്. വാപ്പാരാ? വാപ്പാരാ? സ്വർഗത്തിന്റെ നടുക്കത്തെ വാതിലെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉമ്മാടെ കാൽ ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്, അതൊക്കെ സത്യം തന്നെ. പക്ഷെ വാതിലേതാ? അത് വാപ്പയാ. ഉമ്മയുടെയും വാപ്പയുടെയും പൊരുത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആരാണെങ്കിൽ അതിന് കൂടുതലൊന്നും വേണ്ട, അതിന് കൂടുതൽ വേറെ ഒരു കാര്യവും വേണ്ട. എൻ്റെ പ്രിയപ്പെട്ടവൻ, നിസാരമായിട്ട് ഉമ്മയുടെ മനസ്സ് വേദനിച്ചാൽ മതി, കഴിഞ്ഞു നമ്മുടെ കാര്യം. അള്ളാഹു കാക്കുമാറാകട്ടെ. സൂക്ഷിക്കണം, എന്നും പൊരുത്തം ചോദിക്കണം ഉമ്മയോട്. എല്ലാ ദിവസവും ഈ സ്റ്റേജിലിരിക്കുന്ന എത്രയോ പേര് മാതാപിതാക്കളെ വല്ലാതെ സ്നേഹിക്കുന്നവരുണ്ട്, ഉമ്മയോട് വല്ലാത്ത സ്നേഹമുള്ളവരുണ്ട്. ഇന്നും എൻ്റെ കൂടെ വന്ന ലത്തീഫ് എന്ന സഹോദരൻ, അവൻ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറഞ്ഞത് അവൻ്റെ വാപ്പാനെ കുറിച്ചാ. അള്ളാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഇന്ന് ഉഷാദ് ഹാജി എപ്പോഴും കാണുമ്പോൾ ഉമ്മാനെ കുറിച്ച് പറയും ദുആ ചെയ്യാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ അവരാണ്. നിങ്ങളല്ലെങ്കിൽ ചിന്തിക്ക്, എടോ ഉമ്മ പോകണ്ട എന്ന് പറഞ്ഞാൽ പോകരുത്. ഇന്നത്തെ ഒരു മക്കളും അത് കേൾക്കാറില്ല. ഉമ്മ ഒരു സ്ഥലത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ പോകരുത്. പോയാൽ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, 2, മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ചാൽ നീ എത്ര ഹജ്ജ് ചെയ്താലും, നീ എത്ര പള്ളി കെട്ടിക്കൊടുത്താലും, നീ എത്ര തഹജ്ജുദ് നിസ്കരിച്ചാലും, നീ ഇനി എന്തൊക്കെ നന്മ ചെയ്താലും അള്ളാഹുടെ സ്വർഗത്തിൽ നീ ഒരിക്കലും പോകില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു കാക്കുമാറാകട്ടെ. ഓരോ പെണ്ണുങ്ങളും കേൾക്കണം, കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ പോയതാ, പിന്നെ നീ ആ പരിസരത്തോട്ട് പോയിട്ടില്ല. നിന്റെ ഉമ്മാനെ നോക്കാനോ നിന്റെ ഉപ്പാനെ നോക്കാനോ നീ ഒന്നിനും ആ പരിസരത്തോട്ട് പോയിട്ടില്ല. വല്ലപ്പോഴും ഒന്ന് പോകും, തല കാണിക്കും, ഓടി വരും. ഇതാണ് നിന്റെ അവസ്ഥ. നിനക്ക് നിന്റെ ഭർത്താവ്, നിന്റെ മക്കള്, നിന്റെ ഉപ്പയും വേണ്ട, നിന്റെ ഉമ്മയും വേണ്ട. സൂക്ഷിക്കണം നിങ്ങളൊക്കെ. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അമ്മയും പറയടോ, അള്ളാഹു ദീർഘായുസ് കൊടുക്കും. എത്ര വേദനയാണെങ്കിലും, എത്ര സങ്കടമാണെങ്കിലും മോനേന്നൊന്ന് വിളിച്ചാൽ തീരും. ലോകത്ത് വേറെ ആര് എന്ത് വിളിച്ചാലും ആ സുഖം കിട്ടൂല. നമ്മുടെ സ്വന്തം ഭാര്യയാകട്ടെ, നമ്മുടെ മക്കളാകട്ടെ, ആര് നമ്മളെ മോനേന്ന് വിളിച്ചാലും സുഖമുണ്ടാവൂല. പക്ഷെ ഉമ്മ ഒന്ന് വിളിച്ചു നോക്കട്ടെ, എൻ്റെ പൊന്നു മോനേന്ന് വിളിച്ച ഒരു വല്ലാത്ത സുഖമാണ്. എടോ, എത്ര വേദന ഉണ്ടെങ്കിലും ഉമ്മയുടെ മടിയിലൊന്ന് തലവെച്ച് കടന്നു നിൽക്കുക. അത് എൻ്റെ ഉമ്മ, ഞാൻ പോയിട്ട് ഇപ്പോഴും എൻ്റെ ഉമ്മയുടെ മടിയിൽ കിടക്കും. ഉമ്മ തലയിൽ എണ്ണ തേക്കുമ്പോൾ പറയും, തലയിൽ എണ്ണയും തേക്കൂല എന്ന് പറഞ്ഞിട്ട് എനിക്ക് തലയിൽ ഉമ്മയുടെ മടിയിലൊന്ന് പോയി കിടന്ന എന്തൊരു സുഖമെന്നറിയൂ, എന്തൊരു സമാധാനമെന്നറിയൂ. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഞാൻ എപ്പോഴും വഴുതി പറയും, ഞാനൊരു വീട്ടിൽ പോയി, 2 ആമക്കളാണ്. ഉമ്മയ്ക്ക് ക്യാൻസർ രോഗമാ. ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ ആ മക്കൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ ഉമ്മയ്ക്ക് ക്യാൻസറാ വയറിനകത്ത്. ഉമ്മടുത്ത് ഞങ്ങൾ വയറുവേദനയാണെന്നാ പറഞ്ഞിരിക്കുന്നത്. ഉസ്താദ് ഞങ്ങളുടെ ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം, ആരോടും പറയരുത്. ഉമ്മ അറിഞ്ഞിട്ടില്ല, ഉസ്താദ് പേരൊന്നും പറയരുത്, ദുആ ചെയ്താൽ മതി. ഈ 2 മക്കളും എന്നോട് പറഞ്ഞു. ഇറങ്ങിപ്പോകാൻ സമയമായപ്പോൾ അകത്ത് കിടക്കുന്ന ഉമ്മ പറഞ്ഞു, ഉസ്താദിനൊന്ന് വിളിക്കാൻ. ഞാൻ അകത്തേക്ക് കയറി ചെന്നപ്പോൾ മക്കളോട് പറഞ്ഞു, വാതിലടച്ചേക്കാൻ, നിങ്ങൾ പുറത്തു പോകാൻ. ഞാൻ ആ ഉമ്മാൻ്റെ അടുത്ത് പോയിരുന്നു. ഉമ്മ എന്നോട് പറഞ്ഞു, ഉസ്താദെ എനിക്ക് ക്യാൻസർ ആണെന്ന് എൻ്റെ മക്കൾ അറിയുന്നതിനേക്കാളും മുമ്പേ ഞാൻ അറിഞ്ഞു. എനിക്കറിയാം എനിക്ക് ക്യാൻസർ ആണെന്ന്, പക്ഷെ എൻ്റെ മക്കൾ വിചാരിച്ചിരിക്കുന്നത് എനിക്കറിയില്ല എന്ന. അവരങ്ങനെ തന്നെ നടക്കട്ടെ ഉസ്താദെ. ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ, എനിക്ക് ക്യാൻസർ ആണെന്ന് ഞാൻ അറിഞ്ഞു എന്ന് എൻ്റെ മക്കൾ അറിഞ്ഞാൽ അവർ കരയില്ല ഉസ്താദെ. ഉമ്മ, അതാണ് ഉമ്മ. അള്ളാഹു നമ്മുടെ ഉമ്മമാർ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ.
അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സംഘാടകർ ബക്കറ്റ് എടുത്തു. ഇത് നിങ്ങൾക്കുള്ളതല്ല, ഇത് നിങ്ങൾക്ക് ആർക്കും ഉള്ളതല്ല. നമ്മുടെ ഉമ്മയ്ക്ക് വേണ്ടി, നമ്മുടെ ഉപ്പയ്ക്ക് വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു സദഖ, വേറൊന്നും വേണ്ട. എൻ്റെ പ്രിയപ്പെട്ടവരെ, മരണപ്പെട്ടു പോയവരുണ്ട്. നന്ദാവര പള്ളിയുടെ ഖബർസാറിൽ കിടക്കുന്നുണ്ട്. എവിടാണെന്ന് പോലും അറിയില്ല. അവരുടെ ഖബർ എവിടാണെന്ന് പോലും അറിയില്ല. അവരുടെ ഖബറിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിച്ച് ഈ വയതിൽ വരാൻ കഴിയാതെ വീടിൻ്റെ അകത്ത് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവരുണ്ട്. എല്ലാവരും ഒരു നല്ല സദഖ നമ്മുടെ ഉമ്മയ്ക്ക് വേണ്ടി, നമ്മുടെ ഉപ്പയ്ക്ക് വേണ്ടി, മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗമാകാൻ, ജീവിച്ചിരിക്കുന്നവരുടെ പൊരുത്തം നമുക്ക് കിട്ടാൻ എല്ലാവരും ഒരു നല്ല സദഖ ഒന്ന് കയ്യിട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. റഹീമായ അല്ലാഹ്, ഉമ്മയ്ക്ക് പകരം വെക്കാൻ ആരെയും കിട്ടില്ല തമ്പുരാന്. വാപ്പയ്ക്ക് പകരം വെക്കാൻ വേറെ ഒരാളെയും കിട്ടില്ല തമ്പുരാന്. നിങ്ങളെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയവരാ അല്ലാഹ്, നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പട്ടിണി കിടന്നവരാ അല്ലാഹ്. പടച്ചവനെ, ആരെല്ലാം തന്റെ മാതാപിതാക്കളുടെ പേരിൽ ഒരു സദഖ കൊടുക്കുന്നുണ്ടോ അല്ലാഹ്, മരണപ്പെട്ടവരുടെ ഖബറിടം വിശാലമാക്കണേ അല്ലാഹ്. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. അവരുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഇന്ന് നിന്റെ ശരീരത്ത് കിടക്കുന്ന സ്വർണ്ണമൊക്കെ എവിടെ നിന്ന് കിട്ടിയതാണെന്ന് ചിന്തിക്കൂ. നീ വെച്ചിരിക്കുന്ന മനോഹരമായ കൊട്ടാരം എവിടെ നിന്ന് കിട്ടിയതാ? അത് നിന്റെ വാപ്പയുടെ വിയർപ്പാട്, അത് നിന്റെ ഉപ്പയുടെ രക്തമാണ്. മറന്നു പോകരുത്. പടച്ചവരെ, പള്ളിപ്പറമ്പിലാണ്. നീ ഒരിക്കൽ പോലും അവിടെ പോകാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലല്ലോ. ആ ഉപ്പാന് വേണ്ടി, ആ അമ്മാന് വേണ്ടി ഒരു നല്ല സദഖ കൊടുക്കൂ. എന്തിനാ ഒരു മദ്രസ പണിയാനല്ലേ? എന്തിനാ ഒരു മദ്രസ പണിയാനല്ലേ? രാവിലെ വാക്കബോധമല്ലോ, സ്വലാത്ത് പറയുമല്ലോ, ഖുർആൻ ഓതുമല്ലോ, ഹദീസ് പഠിക്കുമല്ലോ. അതിന്റെ ഒരു പ്രതിഫലം നിന്റെ മാതാപിതാക്കളുടെ മണ്ണറയിലേക്ക് കിടന്നു ചെല്ലുമല്ലോ. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കൂ. അല്ലാഹ്, ഞങ്ങളുടെ മാതാപിതാക്കളിൽ മരണപ്പെട്ടവരുടെ ഖബറിടം സ്വർഗമാക്കണേ അല്ലാഹ്. ഞങ്ങളെ പോലെ ഒരു നല്ല മകനെ അല്ലാഹു എനിക്ക് നൽകിയല്ലോ എന്നോർത്തവര് ഖബറിന്റെ അകത്ത് കിടന്ന് ദുആ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കള് നീ വേദനിപ്പിക്കല്ല തമ്പുരാന്. വീടിന്റെ അകത്ത് കിടന്ന് വേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് പിടയുന്നത് കാണേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം നൽകണേ അല്ലാഹ്. അതുകൊണ്ട് പടച്ചവന്, നന്ദാവരയുടെ പരിസരത്തുള്ള ഈ പാവപ്പെട്ടവന്റെ വാലുകൾക്കാർ കടന്നു വന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, ഉമ്മാനെ വെറുക്കല്ലേടാ, ഉപ്പാനെ വെറുക്കല്ലേ, അവരോട് ദേഷ്യപ്പെടല്ലേ, അവരെ നീ തല്ലല്ലേ, അവരെ വാക്ക് കൊണ്ടുപോലും ഒരു നോട്ടം കൊണ്ടുപോലും നീ അവരുടെ മനസ്സ് വേദനിപ്പിക്കല്ലേ. വേദനിപ്പിച്ചാ നീ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടൂല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, മോനെ, നീ നന്നാകണമെന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിന്റെ ഉപ്പയും നിന്റെ ഉമ്മയുമാണ്, അല്ലാതെ വേറെ ഒരാളുമല്ല. അതുകൊണ്ട് ചെറുപ്പക്കാരോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ. എടാ പടച്ചവൻ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, 3 തെറ്റുകൾ ചെയ്താൽ, 3 പാപങ്ങൾ ചെയ്താൽ അവന് മരണത്തിന് ശേഷമല്ല, അവന് ഖബറിന്റെ അകത്തല്ല, അവന് നരകത്തിലല്ല, അവന് പരലോകത്തല്ല, ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു ശിക്ഷ കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. 3 പാപം ചെയ്താൽ മരണത്തിന് ശേഷമല്ലട ചെറുപ്പക്കാരാ. പെങ്ങളെ, ഇനിയെങ്കിലും പഠിക്കൂ. സ്കൂളിൽ പഠിക്കുന്ന ചെറുപ്പക്കാരികൾ, 10ലും +1ലും +2ലും പഠിക്കുന്ന പെൺകുട്ടികൾ,
ഉമ്മ എന്തെങ്കിലും പറയുമ്പോ കയർത്ത് സംസാരിക്കുന്ന പെൺകുട്ടികൾ, നീ എന്ന് വലുതായി പോയെന്ന് തോന്നുന്ന പെങ്ങള്, മോളെ മരണത്തിന് ശേഷമല്ലടൂ, മരണത്തിന് ശേഷമല്ല, ഇവിടെ വെച്ച് തന്നെ തരും. അസ്റായിൽ നിന്റെ റൂഹ് പിടിക്കാൻ കടന്നു വരുന്നതിന് മുമ്പ് ഈ ദുനിയാവിൽ വെച്ച് നീ അനുഭവിക്കും പെണ്ണ്, ഈ ദുനിയാവിൽ കിടന്ന് നിലവിളിക്കും പെണ്ണ്, ഈ ദുനിയാവിൽ കിടന്ന് യാചിക്കും പെങ്ങള്. അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, 3 തെറ്റുകൾ ചെയ്താൽ, 3 പാപങ്ങൾ ചെയ്താൽ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു നിനക്ക് ശിക്ഷ തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉസ്താദെ, അതൊക്കെ മരണത്തിന് ശേഷമല്ലേ? അല്ലടാ മോനെ, ഇവിടെ വെച്ച് തന്നെ നിനക്ക് അല്ലാഹു തരും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ.